ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു അഫ്ഗാൻ സ്വീറ്റ് ആയിട്ടുള്ള മലീദയുടെ റെസിപ്പിയാണ്. ഇത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അടുപ്പ് പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഈ മലീദ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുബൂസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 3 കുബൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൊട്ടിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യൻസൊക്കെ മലീദ റെഡിയാക്കി എടുക്കാറുണ്ട്. അവർ ചെയ്യുന്നത് പറാത്ത വെച്ചിട്ട് അതുപോലെ റവ വെച്ചിട്ടൊക്കെയാണ്. ഇത് പൊടിച്ചത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നാലേ നമുക്കിതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങണ ആ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കുക. പഞ്ചസാര തരിയോട് കൂടി ചേർക്കരുത്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ആ പഞ്ചസാര ഇങ്ങനെ കടിക്കും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ചിലർക്ക് വളരെ കുറഞ്ഞ മധുരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ സ്വീറ്റ് ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മധുരം വേണം. എന്നാലേ നമുക്ക് ആ ഒരു റൊട്ടിയുടെ ടേസ്റ്റൊക്കെ ആ ഒരു ഇത് ഇല്ലാണ്ടിരിക്കുള്ളൂ കേട്ടോ. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആ റൊട്ടിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഏലക്ക മാത്രം പൊടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തരിയൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടറിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കൂടുതൽ ചേർക്കേണ്ടവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ ചൂടാക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പക്ഷേ ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും അതുപോലെ തന്നെ മുന്തിരിയും കൂടെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. ഇനി നമുക്കിത് കോരി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. റൊട്ടിയാണെന്നൊന്നുള്ള ആ ഒരു ഇതല്ല കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ചപ്പാത്തി, ബ്രെഡ് ഒക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.